പുറത്ത് നല്ല മഴയാണ്. ഇവിടെ ബാംഗ്ലൂർ ഇങ്ങനെ മഴ പെയ്യാറില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം നല്ല മഴയാണ്. ഒരു ചായ ഇട്ടു. വൈകുന്നേരം 4 മണിയല്ലേ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു ചായ ഇട്ടു. കെറ്റിൽ ചായ. അമ്മ വീട്ടിൽ നിന്ന് തന്നിട്ട് നല്ല അവലുണ്ടായിരുന്നു. ഏലക്കാപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട നല്ല അവൽ. ചിയേഴ്സ് ടു ദ റെയിൻ. ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പം വെറുതെ വരയ്ക്കാമെന്ന് ആലോചിച്ച് ഇതേ വരയ്ക്കാൻ ഡ്രോയിങ് ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരുന്നു. ഇതൊരു റെഫറൻസ് പിക്ചർ ഗൂഗിളിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ വരച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയതാണ്. വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല ഞാൻ, പഠിച്ചിട്ടുമില്ല, വെറുതെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അതേ അർജിത് സിംഗിൻ്റെ പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ടാണ് വരയ്ക്കാൻ തുടങ്ങിയത്. ആ പാട്ട് കേട്ടിട്ടുണ്ടോ എല്ലാവരും എനിക്കറിയില്ല. ഹർ ഹർ ഗംഗെ എന്ന് പറഞ്ഞൊരു പാട്ടാണ് അത്. ഒരു സെൽഫ് റിയലൈസേഷൻ പോലത്തെ നല്ല കിള്ളം പാട്ടാണ്. അതിൻ്റെ അകത്തൊരു ലൈൻ ഇങ്ങനെ പോകുന്നത്, ജോ പാസ് തെരേ വഹി തേരാ ബാക്കി സബ് മോഹ കാ ഫേരാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം ഉള്ളതാണ് ഇപ്പോൾ നിങ്ങളുടേത്, മറ്റേതെല്ലാം എന്താ മോഹത്തിൻ്റെ മായ എന്ന് പറയുന്ന പോലത്തെ ഒരു ലൈൻ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് ആ പാട്ടിൻ്റെ ആ ലൈൻ കേട്ടിട്ടാണ് പിന്നെ ആ പാട്ട് ഫുൾ കേട്ടതും. ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കേൾക്കാൻ പറ്റിയ നല്ലൊരു പാട്ടാണ്. അപ്പോൾ എൻ്റെ വരെ ഇങ്ങനെ ചുമ്മാ എന്തൊക്കെയോ കുത്തിവരച്ചുകൊണ്ടിരുന്നു. എൻ്റെ റൂംമേറ്റ് ഉണ്ട്, അവളാണ് എനിക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ മോട്ടിവേഷൻ തരും, ചേച്ചി അങ്ങനെ ചെയ്യൂ, ചേച്ചി ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവളുടെ മോട്ടിവേഷൻ്റെ പുറത്താണ് പിന്നെ വരയ്ക്കാൻ തുടങ്ങിയത്. ഞാനിങ്ങനെ നോക്കി അതേപോലത്തത് അപ്പുറത്തുനിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയല്ല ചേച്ചി ഇഷ്ടമുള്ള പോലെ സ്വന്തം മനസ്സിൽ തോന്നുന്ന വരയ്ക്ക്, അപ്പോഴേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഔട്ട്ലൈൻ മാത്രം കോപ്പി അടിച്ചിട്ട് ഉള്ളിലുള്ളത് എൻ്റെ മനസ്സിൽ തോന്നിയ സാധനം വരയ്ക്കാം എന്ന് വിചാരിച്ച് വരച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഒരു രസമൊക്കെ ഉണ്ടെന്ന് തോന്നി. ഈ കറുത്ത കളർ ഇങ്ങനെ പെൻസിൽ കൊണ്ട് കൊടുക്കാൻ വലിയ രസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ മറ്റേ പെന്നുണ്ടല്ലോ, ഒരു ബ്ലാക്ക് കളർ, ഇപ്പോൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പെന്നുണ്ടെന്ന് തോന്നുന്നു, ഈ മണ്ഡല ആർട്ട് ചെയ്യുന്നവരൊക്കെ. അതെൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ തൽക്കാലം അപ്സര പെൻസിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും ഒരു ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ കളയണം. കുറച്ച് സമയം ഇതെല്ലാം കളഞ്ഞു. കിടന്നൊക്കെ ഉറങ്ങി എണീച്ച് വന്നപ്പോൾ തോന്നിയ ഒരു വെറുതെ മോട്ടിവേഷൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വെറുതെ ഒരു രസം. കളർ ഇങ്ങനെ കറുത്ത് കൊടുത്ത് എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ അതിൽ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് എൻ്റെ മേലെ കളർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ കൊള്ളാം അല്ലേ. വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ലെങ്കിലും കൊള്ളാം. സ്വയം ബുക്കെന്നല്ല, പക്ഷെ കൊള്ളാം. വേറെ ആര് പറഞ്ഞില്ലെങ്കിലും ഞാൻ തന്നെ എന്നെ ബുക്കുണ്ട് എന്നുള്ളൊരു ഇതിരിക്കട്ടെ. കൊമ്പൊക്കെ വരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ? ഉണ്ട് വരയ്ക്കുന്നുണ്ട് ഞാൻ. വയസ്സ് ഓരോന്നും കൊടുത്ത് എനിക്ക് വലിയ ശീലമൊന്നുമില്ല. പക്ഷെ വെറുതെ ഇന്നിപ്പം ഇങ്ങനെ തുടങ്ങിയൊരു ഇതാണത്. ഓഫീസിൻ്റെ സ്ട്രെസ്സൊന്നൊക്കെ ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ മൈൻഡ് ഫോക്കസ് ചെയ്യാനും. ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുമ്പം കൂടെ വേറെ ആരും ഉണ്ടാവില്ല. അപ്പം ഇതിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തും.